പോകുന്നു. PFI ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ അധികവും RSS BJP നേതാക്കളെന്നാണ് NI വ്യക്തമാക്കുന്നത്. 3 ഇടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ഹിറ്റ് ലിസ്റ്റിൽ RSS നേതാവ് വത്സൻ തില്ലങ്കേരിയുടെയും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികലയുടെയും പേരുകൾ ഉൾപ്പെട്ടിരുന്നു. പട്ടികയിൽ ഉൾപ്പെട്ട റിട്ടയർഡ് ജഡ്ജി ആലുവ സ്വദേശിയാണ്. ആലുവ സ്വദേശികളായ മറ്റ് 2 പേരെക്കുറിച്ചും ഹിറ്റ് ലിസ്റ്റിൽ പരാമർശമുണ്ട്. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്ന റിപ്പോർട്ടേഴ്സിന് 36 ചോദ്യങ്ങളടങ്ങിയ ക്വസ്റ്റ്യനെയർ നൽകും. കൃത്യം ആസൂത്രണം ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നതാവും ഈ ചോദ്യങ്ങളെന്നാണ് NIA വ്യക്തമാക്കുന്നത്. ഇതൊക്കെ NIAയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ കൂടിയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ നേരത്തെ തന്നെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന പേരുകാർ ആര് എന്ന ഏറെ ആകാംക്ഷ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഡാൻ പങ്കുവയ്ക്കുന്നത്. ഡാൻ, എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം? ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെട്ടിരിക്കുന്നു? സജിത്ത്, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ഒരു പേരുകളെ കുറിച്ചും രേഖാമൂലം പരാമർശിച്ചിട്ടില്ല. പക്ഷേ 977 പേരുടെ പേര് ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ പുറത്തുവിടുന്ന വിവരം ഈ ഹിറ്റ് ലിസ്റ്റ് പിടിച്ചെടുത്ത NIAയുടെ സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചാണ് നമ്മൾ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവിടുന്നത്. അതിൽ പ്രധാനമായി RSS BJP നേതാക്കളുടെ പേരുകളാണ് ഈ 977 പേരുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് NIA വൃത്തങ്ങൾ നൽകുന്ന സൂചന. അവിടെ തന്നെ 3 കേന്ദ്രങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ലിസ്റ്റുകളിൽ ഒരേപോലെ 2 പേരുകളുണ്ട്. അതിൽ ഒന്ന് RSS നേതാവ് വത്സൻ തില്ലങ്കേരിയുടേതാണ്. അതോടൊപ്പം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കൂടിയായ ശശികലയുടെ പേരും 3 ഇടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് NIA വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതോടൊപ്പം നേരത്തെ മുതൽ തന്നെ ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജിയുടെ പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഈ ജഡ്ജി ആലുവ സ്വദേശിയാണ് എന്നും NIA നമുക്ക് സൂചന നൽകുന്നു. അതോടൊപ്പം ആലുവയിൽ നിന്ന് തന്നെയുള്ള മറ്റ് 2 പേർക്ക് കൂടി സമാനമായ തരത്തിൽ ഈ വധഭീഷണി ഈ റിപ്പോർട്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന്, അതായത് ഇവരുടെ കോർ ഗ്രൂപ്പായ റിപ്പോർട്ടേഴ്സിന്റെ, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ കോർ ഗ്രൂപ്പായ ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്ന റിപ്പോർട്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് വധഭീഷണി നിലനിന്ന 2 മറ്റ് ആലുവ സ്വദേശികൾ കൂടിയുണ്ട്. ഇവർക്ക് സമാന്തരമായി സായുധ സംഘം ഇതിനോടകം തന്നെ സുരക്ഷ ഒരുക്കുന്നുണ്ട് എന്നും കൂടി കൃത്യമായി NIA കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇതിൽ പ്രധാനമായി RSS BJP നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് NIA നൽകുന്നത്. അതോടൊപ്പം എടുത്തു പറയുന്ന കാര്യം, റിപ്പോർട്ടേഴ്സ് എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇതിന്റെ ഒരു ക്വാസി ഇന്റലിജൻസ് വിഭാഗമാണ്, പോപ്പുലർ ഫ്രണ്ടിന്റെ ക്വാസി ഇന്റലിജൻസ് വിഭാഗമാണ് ഈ റിപ്പോർട്ടേഴ്സ് എന്ന ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലേക്ക് അതിസമർത്ഥരായ വിവിധ പരിശീലന ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആളുകളെ തെരഞ്ഞെടുത്തിരുന്നത്. അവരാണ് ഈ ലക്ഷ്യം വെക്കുന്ന ആളുകളെ കൃത്യമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. ആ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി 36 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ചോദ്യാവലി അവർക്ക് നൽകും. അതാണ് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന്, അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഉന്നത ശ്രേണിയിൽ നിന്നാകും ഈ ചോദ്യാവലി കൈമാറുക. അതിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം, ഏത് തരത്തിലായിരിക്കും ഈ വധം നടപ്പിലാക്കുന്നത്, അതിൽ ഏത് വാഹനമായിരിക്കും ഉപയോഗിക്കുക, ഈ കൃത്യത്തിനിടയിൽ പിടിക്കപ്പെട്ടാൽ ആരെയായിരിക്കും ആദ്യം വിളിക്കുക, അതല്ല എങ്കിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള ഒരു നീക്കങ്ങളായിരിക്കും ഈ കൃത്യം നടപ്പിലാക്കിയ ശേഷം നിങ്ങൾ സ്വീകരിക്കുക. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയാകും പ്രതികരണങ്ങൾ ഉണ്ടാകുക, ഇതടക്കമുള്ള വിശദമായ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന 36 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ക്വസ്റ്റ്യനെയർ റിപ്പോർട്ടേഴ്സിന് കൈമാറും. ആ ചോദ്യാവലിയിൽ കൃത്യമായ ഉത്തരങ്ങൾ നൽകുന്നതിനനുസരിച്ചായിരിക്കും അവരെ ആ കോർ ഗ്രൂപ്പിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഈ വധം നടപ്പിലാക്കുന്നതിന് വേണ്ടി ആരെയാണോ ലക്ഷ്യം വെക്കുന്നത് ആ വധം നടപ്പിലാക്കുന്ന ടീമിലേക്ക് അവരെ ഉൾപ്പെടുത്തുകയെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ നടപ്പിലാക്കിയ വധമായിരുന്നു ശ്രീനിവാസൻ വധക്കേസ്. അതായത് 2022 ഏപ്രിൽ 16 നടന്ന ശ്രീനിവാസൻ വധക്കേസ് റിപ്പോർട്ടേഴ്സ് ഇത്തരത്തിൽ തയ്യാറാക്കിയ
കൃത്യമായ മാസ്റ്റർ പ്ലാനിലൂടെ തയ്യാറാക്കിയൊരു വാദം തന്നെ ആയിരുന്നുവെന്ന കൊലപാതകം തന്നെ ആയിരുന്നുവെന്ന് നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു. ഭീകരവാദം തഴച്ചു വളർത്തുന്നതിന് വേണ്ടി ഈ കൊലപാതകം എങ്ങനെ കൃത്യമായി ഉപയോഗപ്പെടുത്താമെന്ന മാസ്റ്റർ പ്ലാനോടുകൂടി തന്നെയാണ് ശ്രീനിവാസന്റെ വധം നടപ്പിലാക്കിയത് എന്നുകൂടി NIA കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ തന്നെ ഈ വത്സൻ തില്ലങ്കേരിക്കെതിരായ ഭീഷണി ഇവരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ISISൽ നിന്ന് കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ട ആളുകളിൽ നിന്നും അവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത ലിസ്റ്റിൽ ഉൾപ്പെടെ വത്സൻ തില്ലങ്കേരിയുടെ പേരുണ്ടായിരുന്നുവെന്ന ഗുരുതരമായ പരാമർശമാണ്, ഗുരുതരമായ കണ്ടെത്തലാണ് NIAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന പോലീസ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കും സാമുദായിക നേതാക്കൾക്കും അധിക സുരക്ഷ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ, അത് NIA ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അങ്ങനെ ഒരു നീക്കങ്ങളിലേക്ക് കടക്കുമോ, അതോ അതല്ലാതെ സ്വമേധയ അങ്ങനെ ഒരു തീരുമാനം പോലീസിന്റെ ഭാഗത്ത് നിന്ന്, ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ള കാര്യം. അതോടൊപ്പം വത്സൻ തില്ലങ്കേരി വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയായി മാറും. വത്സൻ തില്ലങ്കേരിയും KP ശശികലയും അടക്കമുള്ള പ്രധാനപ്പെട്ട ഹിന്ദു ഐക്യവേദി നേതാക്കൾ ആണ് ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന വിവരം കൂടി ലഭ്യമാവുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി, ഈ RSS BJP നേതാക്കൾക്കപ്പുറം മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെ ഇവർ ലക്ഷ്യമിട്ടിരുന്നോ? അത്തരം സൂചനകൾ എന്തെങ്കിലും ലഭ്യമാവുന്നുണ്ടോ? അത്തരത്തിലുള്ള പേരോ വിശദാംശങ്ങളോ ഇതുവരെ നമുക്ക് കൈമാറിയിട്ടില്ല. പക്ഷേ അത് വൈകാതെ തന്നെ ആ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് സൂചന. പ്രധാനമായും അവർ എടുത്തു പറഞ്ഞത് ഈ ലിസ്റ്റിൽ ഭൂരിഭാഗവും 977 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയതിൽ 500 പേരുടെ പട്ടികയും ഒരു സ്ഥലത്ത് നിന്നാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗവും RSS BJP നേതാക്കളുടെ പേരുകൾ തന്നെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ 3 നിന്ന് ഒരേപോലെ കണ്ടെത്തിയ പേരുകളാണ് RSS നേതാവ് വത്സൻ തില്ലങ്കേരിയുടെയും അതോടൊപ്പം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികലയുടെയും പേരുകൾ എന്നാണ് NIA നൽകുന്ന സൂചനകൾ. മറ്റ് പ്രമുഖ നേതാക്കൾ ആരൊക്കെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ഇതുവരെ അവർ നൽകിയിട്ടില്ല. ഒരുപക്ഷെ ഈ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരം കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നാൽ അത് ഉദ്യോഗസ്ഥരെയും അവരുടെ ജോലിയുമൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നിയമപ്രശ്നങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് എല്ലാ വിശദാംശങ്ങളും നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുകയില്ല. നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന NIA സോഴ്സുകളിൽ നിന്നാണ് ഇപ്പോൾ ഈ വത്സൻ തില്ലങ്കേരിയുടെയും ശശികലയുടെയും പേര് 3 പേരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ഇപ്പോൾ ലഭ്യമാകുന്നത്. വത്സൻ തില്ലങ്കേരിയും KP ശശികലയും അടക്കം ഉൾപ്പെടുത്തിയ ഹിറ്റ് ലിസ്റ്റാണ് പുറത്തുവിടുന്നത്. എന്തായാലും പേര് വിവരങ്ങളൊന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഇക്കാര്യത്തിൽ ഇവരടക്കം ഉൾപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡാൻ, ഒരു കാര്യം കൂടി, ഈ NIAയുടെ റിപ്പോർട്ട് കോടതിയിലെത്തുമ്പോൾ സ്വാഭാവികമായി സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുമല്ലോ. അതൊരു സ്വാഭാവിക നടപടിയാണല്ലോ. എന്താണ് ഇത് സംബന്ധിച്ച PFIയുടെ നീക്കങ്ങൾ? സംസ്ഥാനത്തെ ഏതെങ്കിലും ഏജൻസി മുമ്പ് അന്വേഷണത്തിൽ ഇത്തരമൊരു ഹിറ്റ് ലിസ്റ്റിന്റെ സൂചനകൾ മുമ്പ് ഏതെങ്കിലും ഘട്ടത്തിൽ PFIക്കെതിരെ പങ്കുവച്ചിട്ടുണ്ടോ? സജിത്ത്, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട മുൻനിര നേതാക്കളാണ് ആദ്യം അറസ്റ്റിലായ 250 പേരിൽ ഉൾപ്പെട്ടിരുന്നത്. അതിനപ്പുറത്തേക്ക് അതിന്റെ രണ്ടാം നിര നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് സജീവമായി ഇതിന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് NIA തന്നെ നേരത്തെ കണ്ടെത്തിയതാണ്. അവരുടെ വേരറക്കുന്നതിന് വേണ്ടിയാണ് ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിൽ വ്യാപകമായ പരിശോധന സംസ്ഥാനത്തിനകത്തും പുറത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടി സഹായത്തോടെ NIA നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അങ്ങനെ നിരവധി രേഖകളും പാംഫ്ലെറ്റുകളും ഈ ഹിറ്റ് ലിസ്റ്റും ഉൾപ്പെടെ നിരവധി ആയുധങ്ങൾ അടക്കം പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് വിശദമായി പരിശോധനകൾക്ക്, ശാസ്ത്രീയ പരിശോധനകൾക്കടക്കം വിധേയമാക്കിയതിൽ നിന്നാണ് ഒരു സമാന്തര ഭരണകൂടം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇവരുടെ പ്രവർത്തനം നടന്നിരുന്നത് എന്നൊരു നിഗമനത്തിലേക്ക് NIA എത്തിയത്. ഇവിടെ ഇപ്പോഴും ഈ അന്വേഷണ സംഘങ്ങളെ ഉൾപ്പെടെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഇവരുടെ ഫണ്ടിംഗ് ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കുന്നു. മറ്റ് പേരുകളിലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പണം സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അശരണരായ സാധാരണക്കാരായ ആരും നോക്കാനില്ലാത്ത നിരാലംബരായ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ വലിയ തരത്തിൽ പണം സമാഹരിച്ച് അതിവിടെ ആയുധ പരിശീലനത്തിന് വേണ്ടി മറുവഴികളിലൂടെ, ഹവാല ഇടപാടുകളിലൂടെ ഉപയോഗിക്കുന്നു എന്നാണ് NIAയുടെ കണ്ടെത്തൽ. അത്തരത്തിലൊരു സെന്ററാണ് പെരിയാർ വാലി എന്ന പേരിൽ
ആലുവയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്നും സമാനമായ തരത്തിൽ കേരളത്തിന്റെ മറ്റ് സ്ഥലങ്ങളിൽ വനമേഖലകളിൽ അടക്കം ആയുധ പരിശീലനം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടം കൊണ്ടങ്ങ് അവസാനിക്കുന്നില്ല. ഇത് ഒരുപക്ഷെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ മറ്റ് പേരുകളിലേക്ക് മാറി സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അതിനൊരു വേരിറക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കണം ഇപ്പോൾ കോടതിയിൽ ഇങ്ങനെയൊരു റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് അതിന്റെ മേൽ തുടർ നീക്കങ്ങളിലേക്ക് NIA കടക്കുന്നതെന്ന് വേണം കരുതാൻ. അങ്ങനെയാണ് എങ്കിൽ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗത്തിന് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല. അവരുടെ ഭാഗത്ത് നിന്ന് സമാന്തരമായ അന്വേഷണം ഈ വിഷയത്തിലുണ്ടാകും. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ അടുത്ത ഒരു വർഷത്തിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. വീണ്ടും അത്തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങൾ ആളിക്കത്തിക്കുന്ന തരത്തിലുള്ള കൊലപാതക ശ്രമങ്ങളോ കൊലപാതകങ്ങളോ ഉണ്ടായാൽ അതുണ്ടാക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ, ക്രമസമാധാന പ്രശ്നങ്ങൾ ചെറുതായിരിക്കില്ല. അത് സർക്കാരിനെ രാഷ്ട്രീയമായും വേട്ടയാടുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ അത് തടയിടാനുള്ള നീക്കം സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ വേണം കരുതാൻ. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം NIA ആരംഭിച്ചപ്പോൾ തന്നെ സമാന്തരമായി സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗവും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ അതിന്റെ വിശദാംശങ്ങളൊന്നും പുറത്തേക്ക് പോയിരുന്നില്ല. പക്ഷേ ഇച്ചിരി കൂടെ ഗൌരവ സ്വഭാവത്തിൽ ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അതിൽ BJP RSS നേതാക്കളുടെ പേരുകൾ ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരം ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ അത്തരത്തിലുള്ള സുരക്ഷ കൂട്ടുന്ന അവർക്ക് സുരക്ഷ അധികമായി നൽകുന്നതിനുള്ള അല്ലെങ്കിൽ ഇത്തരം അക്രമ സംഭവങ്ങൾ തടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടൽ അടിയന്തരമായി തന്നെ സംസ്ഥാന സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉരുത്തിരിയുന്നത്.